കർണാടക സർക്കാരിന്റെ ബജറ്റിനെ വിമർശിച്ച ബി.ജെ.പി. ബജറ്റിലെ ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകയിരുത്തിയ തുക ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനമാണ് ചെയ്യുന്നതെന്ന് ബി.ജെ.പി. ആരോപിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവതരിപ്പിച്ച ബജറ്റിൽ ന്യൂനപക്ഷ വികസനത്തിന് 1000 കോടി രൂപയും വഖഫ് സ്വത്ത് സംരക്ഷണത്തിന് 150 കോടി രൂപയും ഉറുദു സ്കൂളുകൾക്ക് 100 കോടി രൂപയും ഇമാമുകൾക്ക് 6000 രൂപ പ്രതിമാസ ഓണറേറിയവും നീക്കിവെച്ചിട്ടുണ്ട്. കൂടാതെ പൊതുമരാമത്ത് കരാറുകളുടെ 4% കാറ്റഗറി 2B പ്രകാരം മുസ്ലിങ്ങൾക്കായി സംഭരണം ചെയ്തിട്ടുണ്ട്. ഇതാണ് ബി.ജെ.പിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വിഹിതങ്ങൾ അനുവദിക്കുന്നതിൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നാരോപിച്ച് ബി.ജെ.പി. ഐ.ടി സെൽ മേധാവി അമിത് മാളവ്യ രംഗത്ത് വന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നേരത്തെ നടത്തിയ പ്രസ്താവനകളുമായി താരതമ്യം ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 2006 ഡിസംബർ 9 ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വിഭവങ്ങളിൽ ആദ്യ അവകാശവാദം ഉണ്ടായിരിക്കണമെന്ന് മുൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിദ്ധരാമയ്യയുടെ ബജറ്റ് പ്രഖ്യാപനവും ഇതേ മാതൃക പിന്തുടരുന്നുവെന്നാണ് അമിത് മാളവ്യ പറയുന്നത്. കാറ്റഗറി 2B പ്രകാരം പൊതുമരാമത്ത് കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം മുഖ്യമന്ത്രി ഉറപ്പാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവരുടെ അവകാശങ്ങൾ കോൺഗ്രസ് അട്ടിമറിച്ചതായി ആരോപിച്ച മാളവ്യ ബജറ്റ് വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും വാദിച്ചു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവരണവും നൽകാൻ കഴിയില്ല എന്നും അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. ബി.ജെ.പി. കർണാടക ഘടകം സംസ്ഥാന ബജറ്റിനെ ഹലാൽ ബജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. കോൺഗ്രസിന്റേത് പ്രീണന രാഷ്ട്രീയമാണെന്നും ബി.ജെ.പി. ആരോപിച്ചു. മുസ്ലിങ്ങൾക്ക് മാത്രമായി നൽകുന്ന നിരവധി വ്യവസ്ഥകൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ബി.ജെ.പി. ചൂണ്ടിക്കാട്ടി. മുസ്ലിം ലളിതമായ വിവാഹങ്ങൾക്ക് 50,000 രൂപ സഹായം, വഖഫ് സ്വത്തുകളുടെയും ശ്മശാനങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് 150 കോടി രൂപ, മുസ്ലിം സാംസ്കാരിക പരിപാടികൾക്ക് 50 ലക്ഷം രൂപ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു പുതിയ ITI കോളേജ് സ്ഥാപിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. KEAക്ക് കീഴിലുള്ള മുസ്ലിം വിദ്യാർത്ഥികൾക്ക് 50% ഫീസ് ഇളവ്, ഉള്ളാൾ പട്ടണത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്കായി ഒരു റെസിഡൻഷ്യൽ PU കോളേജ്, ബംഗളൂരുവിലെ ഹജ്ജ് ഭവന്റെ വികസനം, മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്വയം പ്രതിരോധ പരിശീലനം എന്നിവയും ബി.ജെ.പി. ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ SC, ST, OBC വിഭാഗങ്ങൾക്കായി ഒന്നും നൽകിയിട്ടില്ല എന്നും ബി.ജെ.പി. ആരോപിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. MP PC മോഹനും ബജറ്റിൽ വിമർശനവുമായി രംഗത്ത് വന്നു. മുസ്ലിങ്ങൾക്കുള്ള ബജറ്റ് വിഹിതത്തെ ഹിന്ദുക്കളോടുള്ള കോൺഗ്രസിന്റെ നിസ്സഹായതയാണ് വ്യക്തമാക്കുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. അതേസമയം കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ ബി.ജെ.പിയുടെ ആരോപണങ്ങൾ പാടെ തള്ളി. 4.9 ലക്ഷം കോടി രൂപയുടെ ബജറ്റിൽ 4700 കോടി രൂപയാണ് മുസ്ലിങ്ങൾക്ക് അനുവദിച്ചത് എന്നും ഇത് എങ്ങനെയാണ് ന്യൂനപക്ഷ ബജറ്റ് ആകുന്നതെന്നുമാണ് അദ്ദേഹം ചോദിച്ചത്. 4700 കോടി രൂപ മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ ജനസംഖ്യയുടെ 14%. ജനസംഖ്യ അനുസരിച്ച് 14%-ന് മുസ്ലിങ്ങൾക്ക് 60,000 കോടി രൂപ നൽകേണ്ടതായിരുന്നു. എന്നാൽ 4700 കോടി രൂപ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ബി.ജെ.പിക്ക് കുറച്ച് സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണം. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി ധാരാളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു.